എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ നമ്മൾ നാട്ടിൽ വന്നപ്പം കുറച്ച് ചെടികൾ വന്നിട്ടുണ്ടായിരുന്നു. അതെങ്ങനെയാണെന്നോ നമ്മൾ നേരത്തെ ഈ ഒമാനിൽ വെച്ച് തന്നെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ വീട്ടിൽ വന്നതിൻ്റെ പിറ്റേ ദിവസം തന്നെ നമ്മൾ കിട്ടത്തക്ക രീതിയിലാണ് ഓർഡർ ചെയ്തത് കേട്ടോ. അത് 10 അടീനിയത്തിൻ്റെ പ്ലാന്റ് ആയിരുന്നു. അതേപോലെ തന്നെ താമരയുടെ ട്യൂബറും നമ്മൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കിട്ടിയായിരുന്നു കേട്ടോ. അപ്പോൾ ഈ താമര നടുന്ന വീഡിയോ ഒക്കെ നിങ്ങളെ ഞാൻ അന്നേരം തന്നെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ദേ ഈ കിട്ടിയത് അടീനിയമാണ് കേട്ടോ. അപ്പോൾ ദേ അവർ കണ്ടോ, ഓരോ പ്ലാന്റും ഇതേപോലെ ഓരോ ന്യൂസ് പേപ്പറിലാക്കി ഇങ്ങനെ പൊതിഞ്ഞ് നന്നായിട്ട് അവർ പാക്ക് ചെയ്ത് നമുക്ക് ആ ചെടിയൊന്നും വാടാത്ത രീതിയിലാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത് കേട്ടോ. അപ്പോൾ മിക്ക ചെടികളിലും ആ മൊട്ട് വരാൻ ഇങ്ങനെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ദേ അവരെന്ത് നല്ല പോലെ പാക്ക് ചെയ്തേക്കുന്ന നോക്കി. അതിൻ്റെ കൂടെ ഒരു ചെറിയൊരു പാക്കറ്റ് വളം കൂടി ഉണ്ടായിരുന്നേ. പക്ഷേ അന്നേരം ആ പ്ലാന്റിലുണ്ടായിരുന്ന മിക്ക മൊട്ടുകളും നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പോയിട്ടുണ്ടായിരുന്നു. അത് നമുക്ക് പിടിച്ച് കിട്ടിയില്ല കേട്ടോ. അങ്ങനെ എല്ലാം നല്ല തൈകൾ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പം അടുക്ക് ഉള്ള അടീനിയത്തിൻ്റെ പ്ലാന്റുകളാണ്, അടുക്ക് അടീനിയം ഉണ്ടല്ലോ, അതാണ് മേടിച്ചത്. അപ്പോൾ 2000 രൂപയ്ക്ക് 10 പ്ലാന്റുകളാണ് നമ്മൾ മേടിച്ചത്. അപ്പോൾ നല്ല പ്ലാന്റുകളായിരുന്നു. അപ്പം ഇങ്ങനെ മേടിച്ചാൽ അത് നമുക്ക് വളരെയധികം പ്രയോജനം ചെയ്യും കേട്ടോ. അല്ലാതെ ചിലപ്പോൾ നമ്മൾ കടകളിലൊക്കെ ഞാൻ നേരത്തെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അന്ന് എനിക്ക് ഒരു പ്ലാന്റിനെയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 2 വർഷം മുമ്പ് 750, 800 ഈ ഒരു റേറ്റിലായിരുന്നു ഞാൻ മേടിച്ചത്. അപ്പോൾ ഇതിൻ്റെ പേപ്പറെല്ലാം മാറ്റിയിട്ട് നിങ്ങളെ നമ്മൾ കാണിച്ചു തരാം. അപ്പോൾ അതിൻ്റെ ആ എല്ലാ മൂടും കൂടെ ഇങ്ങനെ അടുക്കി വെച്ചിട്ട് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഈ 10 മൂട് ചെടികളും കാണുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും നല്ല ആരോഗ്യമുള്ള നല്ല ചെടികളായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് നട്ട് ഏകദേശം 1 മാസത്തിനുള്ളിൽ തന്നെ പൂ വരുമെന്നാണ് വിചാരിച്ചത്. ഈ കാണുന്നതിലൊക്കെ നന്നായിട്ട് മൊട്ടുണ്ടായിരുന്നു. പക്ഷേ ഈ മൊട്ടെല്ലാം എന്ത് ചെയ്തെന്നറിയാമോ, നമ്മൾ നട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും അതങ്ങ് കൊഴിഞ്ഞു പോയി. ഈ കാണുന്ന പ്ലാന്റുകളാണ്. പിന്നെയെന്ന് പറഞ്ഞാൽ ഞാനിത് നടാനായിട്ട് മിക്സ് ചെയ്തേക്കുന്നതെന്ന് പറഞ്ഞാൽ മണ്ണിൽ കുറച്ച് ചാണകപ്പൊടിയും പിന്നെ അതേപോലെ തന്നെ വേപ്പിൻ പിണ്ണാക്കും ഇച്ചിരി എല്ലുപൊടിയും പിന്നെ അവർ തന്നിട്ടുള്ളത് തന്നെ ഉണ്ടായിരുന്നു, കുറച്ച് വളം അതിൻ്റെ കൂടെ തന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതും കൂടെ മിക്സ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇത് ഇത്രയും കൂടെ ഇട്ടിട്ടാണ് ആ ചട്ടിയിലേക്ക് ഞാൻ ഇട്ടിട്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തത്. ഈ ചെടി നടുന്ന സമയത്ത് നല്ല മഴയായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ എടുത്തപ്പോഴത്തേക്ക് മണ്ണെല്ലാം നന്നായിട്ട് കുഴഞ്ഞു തന്നെ ഇരിക്കുമായിരുന്നു. പക്ഷെ അതുകൊണ്ട് ഇച്ചിരി ചകിരിച്ചോറും കൂടെ ഇട്ടപ്പോഴത്തേക്ക് ആ വലിയൊരു ആ മണ്ണിൻ്റെ ആ കുഴകുഴപ്പ് കുറച്ച് കുറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഈ ചകിരിച്ചോറും കൂടെ ഇടുന്നത് അടീനിയത്തിനൊക്കെ വളരെ നല്ലതാട്ടോ. അപ്പം ഇത് നമ്മൾ നട്ട് ഏകദേശം 1 മാസം ആയപ്പോഴത്തേക്കും തന്നെ ഇതിനകത്ത് പുതിയ മൊട്ടുകൾ ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു. അത് നിങ്ങളെ ഞാൻ കാണിച്ചു തരേ. അപ്പോൾ ഇത്രയും സംഭവങ്ങളും കൂടെ, അതായത് കുറച്ച് എല്ലുപൊടിയും വേപ്പിൻ പിണ്ണാക്കും ചാണകപ്പൊടിയും പിന്നെ അവർ തന്നിട്ടുള്ള ഒരു വളം ഉണ്ടായിരുന്നു കേട്ടോ. അതും കൂടെ ഒരു 2 സ്പൂണിന് വേണ്ടിയിട്ട് അതും കൂടെ ഇട്ടാണ്, ഒരു കുഞ്ഞു സ്പൂണിന് വേണ്ടിയിട്ട് ഇട്ടാണ് ഈ ചട്ടിയിലിട്ട് ഞാൻ നന്നായിട്ട് മിക്സ് ചെയ്തിട്ടാണ് ഈ ചെടി വെച്ചത് കേട്ടോ. അപ്പോൾ പ്ലാന്റൊക്കെ നന്നായിട്ട് നല്ല പുഷ്ടിയോടെ തന്നെയാണ് പ്ലാന്റ് വളർന്നു വന്നത്. അപ്പോൾ ഈ ചെടി ഇപ്പം ഞങ്ങൾ നാട്ടിൽ വന്നിട്ട് 1 മാസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ 1 മാസത്തിന് മുമ്പ് നടുന്നതാണ് നിങ്ങൾ ഈ കാണുന്നത് കേട്ടോ. അപ്പോൾ ഇപ്പം നട്ട് അത് മൂടെല്ലാം പിടിച്ച് ഇലയൊക്കെ വന്ന് എല്ലാം ഒരു 5 പ്ലാന്റിനകത്ത് കുഞ്ഞു കുഞ്ഞു മുട്ടുകളും വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോഴെന്ന് പറഞ്ഞാൽ പൂ കണ്ടിട്ട് ഞങ്ങൾക്ക് തിരിച്ച് ഒമാനിലേക്ക് വരാൻ പറ്റുമെന്ന് തോന്നുന്നില്ല കേട്ടോ. അപ്പം എന്തായാലും ഇതൊക്കെ നടുന്നത് എന്താ പറയുന്നത്, നമ്മൾ ഇതിലൊരു മുട്ടൊക്കെ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു സന്തോഷം എന്ന് പറഞ്ഞാൽ അത് എല്ലാവർക്കും, അങ്ങനെ ചെയ്യുന്നവർക്ക് എല്ലാം അറിയാം. അത് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരു സന്തോഷമാണല്ലേ. നമ്മൾ നടുന്നതിലൊരു പൂവോ കായോ ഒക്കെ വരുന്നത് നമുക്ക് ഭയങ്കര സന്തോഷം തരുന്ന ഒരു കാര്യമാണ്. അപ്പോൾ ഇതിപ്പം നട്ടതിന് ശേഷം 1 മാസം കഴിഞ്ഞു കേട്ടോ. കഴിഞ്ഞിട്ട് നോക്കിയപ്പോഴത്തേക്കും ഒരു 5 പ്ലാന്റിനകത്ത് ഓരോ കൊലയായിട്ട് നിറച്ച് മുട്ടിങ്ങനെ വരുന്നുണ്ടായിരുന്നേ. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ ഒരടുക്കുള്ള അടീനിയം ഇഷ്ടം പോലെ അതിങ്ങനെ അതിൽ നിന്ന് തന്നെ വിത്തുണ്ടായിട്ട് ഇഷ്ടം പോലെ ഉണ്ടാകുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇതിൻ്റെ ആ വിത്തിനകത്തു നിന്ന് തന്നെ നമുക്ക് പാവിയാൽ നിറയെ കുഞ്ഞു തൈകൾ നമുക്ക് അതിൽ നിന്ന് കിട്ടും. അപ്പോൾ ഈ 10 അടീനിയം നട്ട്, അതായത് നേരത്തെ നട്ടതാണ്, അത് നട്ടിങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി പൂ വന്നതിന് ശേഷമുള്ളത് കാണാം. അപ്പം നമ്മൾ അന്ന് മേടിച്ചുകൊണ്ട് വന്ന ചെമ്പരത്തിയിൽ എല്ലാ ദിവസവും പൂവുണ്ടായിരുന്നു കേട്ടോ. ഇത് കണ്ടോ, ഈ അടീനിയത്തിൽ ഇത് വൈറ്റാണ്. അപ്പോൾ ഇതിൽ മൊട്ട് വന്നിട്ടുണ്ട്.
അപ്പം നമ്മൾ ഇത് കലമ്പൊട്ടിയാണ് കേട്ടോ. ആ കലമ്പൊട്ടിയിൽ നിറയെ മുട്ടൊക്കെ വരുന്നുണ്ട്. ഇതിനൊക്കെ ആവശ്യത്തിനുള്ള വളവും നല്ല മണ്ണുമൊക്കെ ആയപ്പോഴത്തേക്ക് പെട്ടെന്ന് തന്നെ എന്താ പറയുന്നത് മുട്ട് വന്നു. അതേപോലെ തന്നെ നിങ്ങളെ ഞാൻ ഒരു കാര്യം കാണിച്ചു തരാം. നമ്മൾ താമര നട്ട വീഡിയോ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നല്ലോ. കറക്റ്റ് 1 മാസം ആയപ്പോൾ തന്നെ ദേ അതിലൊരു മുട്ട് വന്നിട്ടുണ്ട്. ഇലയുടെ മറവിൽ ഇങ്ങനെ മറഞ്ഞു നിൽക്കുകയാണ് അവൻ, കണ്ടോ. അപ്പം ഇതൊന്നും, ഈ പൂക്കളൊന്നും എനിക്ക് കാണാൻ പറ്റത്തില്ല. അതിൻ്റേതായ ഒരു ചെറിയൊരു വിഷമമുണ്ട്. അപ്പോൾ ദേ അടുത്ത പിന്നെ നമ്മുടെ താമരയിലും സ്റ്റാൻഡിങ് ലീഫ് എല്ലാം വന്നിട്ടുണ്ട്. ഇത് നമ്മൾ മലരിക്കൽ പോയപ്പോൾ അവിടുന്ന് മേടിച്ചുകൊണ്ട് വന്ന ഒരു ആമ്പലാണ്. അത് കൊണ്ടുവന്ന് വെച്ചപ്പോൾ ദേ അതിലും 2 എന്താ പറയുക തൈയല്ല ഇല വന്നിട്ടുണ്ട്. ഇത് നമ്മുടെ പഴയ താമരയാണ്. അപ്പോൾ ഇത് നമ്മുടെ ജമന്തിയാണ്. അപ്പോൾ ഇതിലെല്ലാം നിറച്ച് മൊട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നത് വരേക്കും ടാറ്റ, ടേക്ക് കെയർ.